Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Morning. Miss. Good morning, Miss. Discharge ആയോ? കുഴപ്പമൊന്നുമില്ല. Morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ലെവന്റെ കോൺവൊക്കേഷൻ ആണല്ലോ സുമി. 11th കോൺവൊക്കേഷൻ ആണ് സാറ്റർഡേ. നിങ്ങൾക്ക് വരാൻ പറ്റില്ല അല്ലേ? ഡിപ്ലോമ. യെസ്, ഫൈൻ സുസൻ. PGക്ക് വരുമല്ലോ ഇതിന്. ഓക്കെ. ഡിസ്ചാർജ് ആയ ഫ്രൈഡേ ഡിസ്ചാർജ് ആയി. ഒരാഴ്ച ഹോസ്പിറ്റലാണ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞെടുത്തേ. പനി ഉണ്ടായി, ചുമയുണ്ടായി, ബ്ലഡില് CRPയുടെ കൗണ്ട് കൂടിപ്പോയി. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയായിരുന്നു. ആന്റിബയോട്ടിക് എടുക്കുന്നതിന് വേണ്ടിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന. നല്ല പനിയായിരുന്നു. 101 102 മേലെയാണ്, 102 ടെമ്പറേച്ചർ. ഇപ്പൊ ഓക്കെ ആണോ? തിങ്കളാഴ്ച തൊട്ട് ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. ചുമയുണ്ടാവും. ചുമ ഒന്നും പെട്ടെന്ന് നമുക്ക് പാകില്ലല്ലോ വന്നാലും. അതെ, നമ്മള് ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയില്ലല്ലോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ സ്കില്ല് വരെയല്ലേ പറഞ്ഞത്? Front office management. The executives of the front desk executive play a very active role in canvassing the image of the hospital. Never leave the desk empty, as it the first point of contact for patients or bystanders. It is rightly said, customers are kings and kings are never left unattended. ഫ്രണ്ട് ഓഫീസ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഹോസ്പിറ്റലിലെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ശരിക്കും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് ആര്? ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ ഒരു വാക്ക്? ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. യെസ്. അപ്പൊ അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിന്റെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ്? ഒരു ശരിക്കും പറഞ്ഞ ഒരു ആക്റ്റീവ് റോളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതായത് വരുന്ന പേഷ്യൻസിനെ ക്യാൻവാസിങ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അവരുടെ ആ ഒരു ഡെസ്ക് ഒരിക്കലും എന്താണ് എംപ്റ്റി ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല എന്നുള്ള രീതിയിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏത് പേഷ്യൻസ് വന്നാലും അല്ലെങ്കിൽ വിവരവുമായി നേടുക ഇൻഫർമേഷൻസ് അന്വേഷിച്ച് ആര് വന്നാലും അപ് ടു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റീസ് ഉള്ള സ്റ്റാഫുകളായിരിക്കും എന്തിലുണ്ടായിരിക്കുക? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിൽ അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഫ്രേസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് ആർ നെവർ ലെഫ്റ്റ് അൺഅറ്റൻഡഡ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണെന്നാണ് പറയുന്നത്? രാജാക്കന്മാരാണെന്നല്ല അല്ലെ. കസ്റ്റമേഴ്സ് ആർ കിങ്സ്. അവർ ഒരിക്കലും എന്താണ് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അത് ഫ്രണ്ട് ഓഫീസുമായി റിലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രേസ് ആണ്. അതായത് വരുന്ന കസ്റ്റമേഴ്സ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കസ്റ്റമേഴ്സ് ആണ് അവിടുത്തെ എന്താ കിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ നല്ല രീതിയിൽ പ്രസന്റ് ആയിട്ട് അവരെ വെൽക്കമിങ് ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യകതകൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The front office is a department of the hospital which directly interacts with the patients with their first arrival. The staff of this department are very visible to the patients or their family members. The front office is a term used for the reception area at a hospital and its personnel. Receptionists must have a great deal of talent in proper communication skills and customer service skills. So, in definition എന്ന് പറയുന്നത് എന്താണ്? Front office department is a department of the hospital which directly interacts. എന്താ പറയുന്നത്? Directly interacts with ആരുമായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? പേഷ്യൻസ്. വരുന്ന പേഷ്യൻസ് ഫസ്റ്റ് അറിവ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസുമായിട്ടുള്ള ഫസ്റ്റ് കോണ്ടാക്ട്, ഫസ്റ്റ് ഇന്ററാക്ഷൻ വരുന്നത് ആരുമായിട്ടാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് അല്ലെ. പക്ഷേ പേഷ്യൻസിനോട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നവരാണ് ആര്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി the staff of the department are very visible to the patients of their family members. ഇനി വരുന്ന നമ്മൾ കയറി വരുന്ന സമയത്ത് എവിടെയായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുക? എവിടെയായിരിക്കുള്ളൂ ഹോസ്പിറ്റലിന്റെ? എവിടെയായിരിക്കുള്ളൂ? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് നേരെ വിസിബിൾ ആയിരിക്കില്ല. വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അവിടെയാണ് കാണുന്നത്. ഹോസ്പിറ്റലിലെ കവാടം അല്ലെങ്കിൽ എൻട്രൻസ് കടന്നു ചെല്ലുന്ന സമയത്ത് തന്നെ നേരെ എന്താണ് പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എൻട്രൻസ്. ഓക്കെ. പിന്നെ ഫ്രണ്ട് ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് ഇസ് എ ടേം യൂസ്ഡ് ഫോർ ദ റിസപ്ഷൻ ഏരിയ അറ്റ് എ ഹോസ്പിറ്റൽ ഇസ് പേഴ്സണൽ. നമ്മള് റിസപ്ഷൻ ഏരിയനെയാണ് റിസപ്ഷൻ ഏരിയ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് എന്താ? ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മൾ റിസപ്ഷൻ ഏരിയ തന്നെയാണ് എന്താ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകൾ. നമ്മളുടെ റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആരെയാണ് ഈ സൂചിപ്പിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കിനെ തന്നെയാണ് നമ്മൾ റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ പരാമർശിക്കുന്നത്. ഓക്കെ. Receptionists must have a great deal of talent in proper communication skills and customer service skills. ഇനി ഈ ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റ് ടാലന്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം ബെസ്റ്റ് ടാലന്റ് എന്ന് പറയുന്നത്? അവരുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അല്ലെ. നമ്മള് പറഞ്ഞതുപോലെ തന്നെ വോയിസ് ആൻഡ് ഫേസ് ആൻഡ് വോയിസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വോയിസിന് പ്രാധാന്യമുണ്ട്. കാരണം പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ മാത്രമല്ല കസ്റ്റമർ സർവീസ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാത്രമല്ല കസ്റ്റമർ സർവീസ് സ്കിൽസ്. എന്താണ് കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറയുന്നത്? കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിന്, അതായത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ളത് അല്ലെ.
വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ കൺവീനിയന്റ് ആയിട്ട് അവരെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ടും സാധിക്കും. നല്ല സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ആർക്ക് ഉണ്ടായിരിക്കണം? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. എന്താണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കയറി വരുന്ന സമയത്ത് എൻട്രൻസിൽ നേരെ തന്നെ അവർ വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കുള്ളൂ അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത്. ഇനി നമ്മൾ റിസപ്ഷൻ ഏരിയയെ തന്നെയാണ്, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റുകൾ തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എത്ര പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കസ്റ്റമർ സർവീസ് സ്കിൽസ് നല്ല രീതിയിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിന് പറയുമ്പോൾ എളുപ്പമല്ലേ? മനസ്സിലായല്ലോ? ഡെഫിനീഷൻ വെറുതെ കൊടുത്തിരിക്കുന്നുള്ളൂ, പഠിക്കാനൊന്നുമില്ല കേട്ടോ. കേൾക്കുന്നില്ലേ എല്ലാരെ? ഇനി ഇത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, മനസ്സിലായില്ലത്? അടുത്തത് നോക്കിയേ, സ്കിൽസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. സ്കിൽസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്തൊക്കെ സ്കിൽസ് ആണ് ആൾക്ക്? പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ്, കോർട്സി, ടീം വർക്ക്. ഓരോ സ്കിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് പ്രൊഫഷണലിസം എന്താന്ന് നോക്കാം. എന്താണ് പ്രൊഫഷണലിസം? ചാപ്റ്റർ നെയിം പ്ലീസ്. ചാപ്റ്റർ തീരാറായി. ഇന്നത്തെ ക്ലാസ്സിലെ ചാപ്റ്റർ തീരുടോ? Patient rights and responsibilities. Chapter 3. Patient rights and responsibility. Okay. First one, professionalism. Professionalism എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. പ്രൊഫഷണലിസം എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ എക്സ്പേർട്ടൈസ് ആണെന്ന് പറയാം നമുക്ക്, അല്ലെ? നമ്മളൊരു ഫീൽഡില് എക്സ്പേർട്ട് ആവുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്, ശരിക്കും, അല്ലെ? നമ്മൾ ആ ഫീൽഡിലൂടെ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമുക്കത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അതിന് നമുക്ക് പ്രൊഫഷണൽ ആയെന്ന് പറയും, അല്ലെ? എക്സ്പീരിയൻസ് കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്പേർട്ട് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അതിൽ കോമ്പറ്റൻസി നേടാൻ പറ്റും. ഏത് പ്രൊഫഷൻ ആണോ അതിൽ, ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് ആണെങ്കിൽ അതിൽ നല്ല കോമ്പറ്റൻസി ഉണ്ടായിരിക്കണം, നല്ല പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും, അവരതിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ്? നല്ല രീതിയിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെ? വരുന്നവരോട് അക്കൗണ്ടബിലിറ്റി ആയിട്ട് റിയലബിൾ ആയിട്ടൊക്കെ സംസാരിക്കാൻ കഴിയണം. ആ തരുന്ന വർക്കുകൾ എന്താണോ അവരുടെ ജോലി അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വർക്ക്, എന്നാണ് എന്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാം, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആവുക, ഒരു വർക്കിൽ നമ്മൾ എക്സ്പേർട്ട് ആവുന്നതിനാണ് പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്ന് നോക്കാം. പ്രൊഫഷണലിസം. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്കൊരു കാര്യത്തില് നമ്മൾ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അതിൽ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുന്നത് കൊണ്ട്, അല്ലെ? നമുക്കത് അറിയാം, എങ്ങനെ ചെയ്യും, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ്, നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, അല്ലെ? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അത് ചെയ്യാനായിട്ട്. യെസ്, എന്ത് കാര്യം ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെ വീട്ടില് ഇപ്പൊ നമ്മളൊരു കുക്ക് ചെയ്യുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോഴും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഭയങ്കര മോശമായിട്ടായിരിക്കും ഉണ്ടാക്കി. പിന്നീട് എന്താണ്, നമ്മൾ ചായ ഉണ്ടാക്കാൻ പഠിച്ച പോലെ തന്നെ ചായ ആദ്യം മോശമാക്കി ഉണ്ടാക്കി, പിന്നീട് എന്താണ് നല്ലൊരു പെർഫെക്റ്റ് ചായ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയി, അല്ലെ? അത് തന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മള് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നത് ഏത് സമയത്താണ് നമുക്ക് ആ ഒരു കാര്യത്തിനോട് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കിട്ടുന്ന സമയത്താണ് നമ്മള് വർക്കിലേക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി എത്തിച്ചേരുന്നത്. ദെൻ അറ്റൻറ്റീവ്.
എന്താണ് അറ്റൻറ്റീവ് എന്ന് പറയുന്നത്? ലിസൺ ആൻഡ് കെയർ, ഗീവ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ, ഡു നോട്ട് ബി അഫ്രൈഡ് ടു സേ ഐ ഡോണ്ട് നോ ബട്ട് ഐ വിൽ ഫൈൻഡ് ഔട്ട്. അറ്റൻറ്റീവ് ആണ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസിൽ വരുന്നതാണ് എന്ത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കും അല്ലെ. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാം. കംപ്ലീറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം നമ്മൾ അതിന് മറുപടി പറയും. ഒരിക്കലും നമ്മൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് ഒരിക്കലും പറയരുത്. എന്താ പറയേണ്ടത്? അറിയില്ല എന്നാണ് പറയേണ്ടത്. വേറെ എന്താ പറയേണ്ടത്? അറിയില്ല എന്നാണോ പറയേണ്ടത്? പക്ഷെ എന്താണ്, നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞേ മതിയാവും അല്ലെ. നമുക്കതറിയില്ല, നമ്മൾ എന്ത് പറയും? ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അതിന് ഇൻഫർമേഷൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയും അല്ലെ. അങ്ങനെയായിരിക്കും. അതാണ് ഒരു കറക്റ്റ് മറുപടി എന്ന് പറയും. ഒരിക്കലും നമ്മൾ അധ്യാപകരായാലും അത് അറിയില്ല എന്ന് പെട്ടെന്ന് അറിയില്ല, എന്താണ് നോക്കിയിട്ട് പറയാന്ന് പറയുന്നത് അല്ലെ. നമ്മളൊന്നും അറിയില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ കാണിക്കാനും പാടില്ല. പക്ഷെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് പറയാൻ വേണം. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പൂർണ്ണമായും പറയുന്നത് കേട്ടതിന് ശേഷം എന്താണെന്നുള്ളത് ബാക്കിയുള്ളത് നമ്മൾ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ പറയും. ഓക്കെ, ഇതാണ് അറ്റൻറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട്ലി അപ്രോച്ച്. എന്താണ് ഫ്രണ്ട്ലി അപ്രോച്ച്? വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. ഫ്രണ്ട്ലി അപ്രോച്ച് എന്ന് പറയുമ്പോൾ വരുന്ന പേഷ്യൻസിനോട് ഏത് രീതിയിലായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? നല്ല ഫ്രണ്ട്ലി മാനറിലായിരിക്കണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് അതിന്റെ സൈൻ ഉണ്ടാവും. അതെങ്ങനെയാണ് ബോഡി ലാംഗ്വേജിൽ വരുന്നത്? അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് ദേഷ്യം കയറിയാലും വാശിയൊക്കെ കയറിയാലും നമ്മുടെ ബോഡിയിൽ അത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും അല്ലെ. നമുക്ക് ദേഷ്യം കയറിയാൽ നമ്മുടെ ശരീരം അത് നമ്മളെ കാണിക്കില്ലേ? യെസ്. ഫേസ്, എസ്പെഷ്യലി ഫേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേസിൽ കാണിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉപദ്രവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചെറിയും. പല രീതിയിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാറുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഫ്രണ്ട്ലി അപ്രോച്ച് മീൻസ് നല്ലൊരു സ്മൈലോട് കൂടിയായിരിക്കും അവർ അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും ആ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ചിരിയോട് കൂടി, നല്ല ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് ചോദിക്കാൻ തോന്നണം നമ്മളോട് അല്ലെ. ഫ്രണ്ട് ഓഫീസിനോട് ചോദിക്കാൻ തോന്നണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാം വെൽക്കം ചെയ്യുന്നതാണ് പേഷ്യൻസിന് അവരല്ലേ. ഓക്കെ, സൗഹൃദപരമായിട്ട് അവരോട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അത്തരത്തിലുള്ള അപ്രോച്ച് ആയിരിക്കണം വേണ്ടത്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു കോൺഫിഡൻസോട് കൂടി ചിരിക്കാനായിട്ടും അവരോട് സംസാരിക്കാനായിട്ടും സാധിക്കുള്ളൂ. ഓക്കെ, അടുത്തത് ഐ കോണ്ടാക്ട്. ബെസ്റ്റ് റെസ്പോൺസ് ഇൻ 2 seconds. ഐ കോണ്ടാക്ട് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണല്ലോ. നമുക്ക് മുഖത്ത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നത് അപൂർവമാണ്. കുറെ പേര് അതൊരു ബുദ്ധിമുട്ടാണ്. ഈ കളത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്തെങ്കിലും കളത്തിലുള്ളതുകൊണ്ടാണ് കണ്ണിൽ നോക്കി സംസാരിക്കാത്തതെന്ന് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലർക്ക് ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടായിരിക്കാം നേരെ സംസാരിക്കാത്തത്. ഇവിടെ പറയുന്നത് എന്താണ്? ഐ കോണ്ടാക്ട് വേണം. ബെസ്റ്റ് റെസ്പോൺസ് ഇൻ 2 seconds. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തിരിക്കണം? ഒരാളൊരു കാര്യം പറഞ്ഞാൽ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കണോ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അല്ല. ഉടനടി തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ അത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് കൂടി തോന്നുന്ന രീതിയിലായിരിക്കണം അവരുമായിട്ടുള്ള അപ്രോച്ചസ് വേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ ഐ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മള് ആ ഫ്രണ്ട് ഓഫീസിൽ പഠിച്ച സമയത്ത് ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിൽ ഇരിക്കുമായിരിക്കും. ബാക്കി പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും അവർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ട് അവർ നോക്കും. അതായത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ നോക്കാറുണ്ട്. അതായത് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു നോട്ടം, ജസ്റ്റ് ഒരു നോട്ടം മതി അല്ലേ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അവിടെ എത്തിയിരിക്കുകയാണ്. അത് ഐ കോണ്ടാക്ട്സ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, പിന്നെന്താണ്? ലേണിംഗ് ടു സേ നോ വിത്ത് ടാക്ട് ആൻഡ് കോർട്സി ആൻഡ് കോൺഫിഡൻസ്. ടാക്ട് തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നത്? ടാക്ട്. യെസ്. Learning to say no with the tact and courtesy and confidence. എന്താണ് ടാക്ട് എന്ന് പറയുന്നത്? ആക്റ്റീവ് കൗശലം എന്നൊക്കെ പറയുന്നത്. കൗശലം എന്ന് വെച്ചാൽ എന്താ? കുസൃതി, അങ്ങനെയാണോ? ഇങ്ങനെയായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. ഏതൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം?
മര്യാദയോട് കൂടിയാണ്. അല്ലാതെ നമ്മളൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചസ് ഒരിക്കലും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു അശ്രദ്ധയില്ലാത്ത രീതിയിൽ ഒരിക്കലും കേട്ടിരിക്കരുത്. അവരോട് നല്ലൊരു മര്യാദയോട് കൂടി, നല്ല കോൺഫിഡൻസ് ആയിട്ടായിരിക്കണം, ഇംപ്രസീവ് ആവുന്ന തരത്തിൽ നമ്മള് എന്താണ് കേൾക്കാം, അതാണ് വേണ്ടത്. ഓക്കെ, ഡെസ്കിലുണ്ടാവും. Yes. അപ്പോൾ ലേണിംഗ് ടു സേ നോ വിത്ത് ടാക്ട് ആൻഡ് കോൺസി ആൻഡ് കോൺഫിഡൻസ്. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഇല്ല എന്നൊരു ആൻസർ ആണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നോ എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കണം പറയേണ്ടത്? എങ്ങനെയായിരിക്കണം? വളരെ കോൺഫിഡൻസോടുകൂടി മര്യാദയോട് കൂടിയിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്ന ഇൻഫർമേഷൻ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവിടെ ഇല്ലായിരിക്കും, അല്ലെ? അത് നോ എന്ന് പറയാനും പഠിക്കണം. എപ്പോഴും ഫ്രണ്ട് ഓഫീസുകാരെ യെസ് എല്ലാ കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് കോൺഫിഡന്റ് ആയിട്ട് എന്ത് പറയാൻ സാധിക്കണം? അത് ഇല്ല, അല്ലെങ്കിൽ അവിടെ നോ പറയാനായിട്ടും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഒരു തമാശ രൂപത്തിലൊന്നും ആയിരിക്കരുത്, വളരെ കോൺഫിഡൻസോടുകൂടിയും മര്യാദയോടുകൂടിയായിരിക്കണം അവരോട് നോ എന്ന് പറയുന്നത്. Then use names whenever possible. Use names whenever possible. എന്താണ്? പേരുകൾ ഉപയോഗിക്കാനായിട്ട്. ആരുടെ പേരുകൾ ഉപയോഗിക്കാനാണ് ഇവിടെ പറയുന്നത്? നമ്മൾ വരുന്ന പേഷ്യൻസിനെ എങ്ങനെയായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്? എടാ നീ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യൂ, നീ അവിടെ ഇരിക്കൂ, എടി നീ അവിടെ ഇരിക്കൂ എന്നാണിക്കോ നമ്മൾ പറയുന്നത്? എടോ താൻ അവിടെ തന്നെ നിൽക്കൂ എന്നൊക്കെയാണോ പറയുന്നത്? അല്ല, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സർ, അല്ലെങ്കിൽ നമ്മളെ പ്രായത്തിന് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ റെസ്പെക്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരെ പേര് വിളിക്കുക. ഒന്നുമില്ലെങ്കിൽ എന്താണ്, പേര് വിളിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. ഓക്കെ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ട് ആൾക്കാരാണെങ്കിൽ എന്താണ്, നമുക്ക് സാറിന് വിളിക്കാം. ഓക്കെ, യെസ് മാം എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഉത്തരവാദിത്തോടു കൂടി ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും വെറുതെ ആവശ്യമില്ലാത്ത പേരുകളൊന്നും തന്നോട് യൂസ് ചെയ്യാൻ വേണം. മാക്സിമം പേരുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അവരോട് അപ്രോച്ച് ചെയ്യുന്നത്. Then stay positive. എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്താണ് എന്തിൽ വരുന്നത്? പ്രൊഫഷണലിസത്തിൽ വരുന്നത്. ഇങ്ങനെയായിരിക്കണം. വെറുതെ പറഞ്ഞു പോയാണ് കേട്ടോ. അറ്റൻറ്റീവ് ആയിരിക്കണം. വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസ് വരുമ്പോൾ അവർ ലെസൺ ചെയ്തുകൊണ്ട് അവരോട് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്? എനിക്കറിയില്ല, പക്ഷെ ഞാനത് കണ്ടെത്തിയിട്ട് പറയാം എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അല്ല, ആ രീതിയിലായിരിക്കും അവർ സംസാരിക്കേണ്ടത്. ഒരിക്കലും പേടിച്ചുകൊണ്ടൊന്നും ആവരുത്. എനിക്കറിയില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ ബട്ട് ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഞാനത് കണ്ടെത്തിയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. കോൺഫിഡന്റ് ആയിട്ട് പറയുക. പിന്നെ ഫ്രണ്ടിൽ അപ്രോച്ചിൽ അവരോട് സംസാരിക്കുക. നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. നോ പറയുന്ന സമയത്ത് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ അതില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ പേഷ്യൻസിനെ നമ്മള് നെയിംസ് ഉപയോഗിച്ചിട്ടുണ്ട്, പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ പ്രൊഫഷണൽസിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൽ വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് എന്താണ്? വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സ് ആണ് പ്രൊഫഷണൽസിലെ ഫ്രണ്ട് ഓഫീസിന് വേണ്ട വർക്ക് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പങ്ക്ച്വൽ ആയിരിക്കണം, അല്ലെ? പങ്ക്ച്വാലിറ്റി എന്താണ്? കൃത്യനിഷ്ഠത. ഓക്കെ, ടൈം മാനേജ്മെന്റ്, കൃത്യ ടൈമിൽ വരിക, അല്ലെ? ഒരു ഓഫീസ് ടൈം എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് സമയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 15 മിനിറ്റ്സ് മുമ്പ്, 20 മിനിറ്റ്സ് മുമ്പെങ്കിലും അവർ എത്തിച്ചേർന്നിരിക്കണം. മാനേജ് മൾട്ടി ടാസ്കിങ്. ഒരു കാര്യമാണോ കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഇതിൽ കൂടുതൽ ടാസ്കുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സ്കില്ലും അവർക്ക് അതിനുണ്ട്.
and follow the chain of command. Follow the chain of command. Now follow the chain of command. Front office അവരുടേതായിട്ടുള്ള ethics and procedures ഉണ്ട് അല്ലെ, അവർക്ക് കുറച്ച് rules and regulations ഉണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ചിരിക്കുന്ന നിയമങ്ങളും ആ റൂൾസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ദെൻ എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് എന്താണ്? എറ്റിക്വറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, മര്യാദ, ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. ദെൻ ടെലിഫോൺ. എന്താണ് ടെലിഫോൺ? ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കോൾസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ടെലിഫോൺ കോളിംഗ് സംവിധാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ടെലിഫോണുമായിട്ടാണ് കൂടുതൽ അവർ പേഷ്യൻസുമായിട്ട് കൂടുതൽ ഇടപെടൽ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ടെലിഫോൺ എറ്റിക്വിറ്റീസ് അറിയാൻ സാധിക്കുന്നവരായിരിക്കും. ടെലിഫോൺ എറ്റിക്വിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വിളിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെ, ഫ്രഷ് ആയിട്ടാണോ സംസാരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം, പ്ലസന്റ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, ഇതൊക്കെ ഫ്രണ്ട് ഓഫീസ് പഠിച്ചിട്ടില്ലേ, ടെലിഫോൺ എറ്റിക്വിറ്റീസ്. യെസ്. പിന്നെ ഗ്രീറ്റിംഗ്സ്, വരുന്ന പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യാൻ, വെൽക്കം ചെയ്യാനായിട്ട് കഴിയുന്നവരായിരിക്കണം. പിന്നെ ഹോൾഡ് ചെയ്യാൻ, ഹോൾഡ് എന്താണ്? ഹോൾഡ് ചെയ്യാം. എന്ത് ഹോൾഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? നിലനിർത്തുക. യെസ്, പേഷ്യൻസിനെ, വരുന്ന പേഷ്യൻസിനെ അവർക്ക് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. ട്രാൻസ്ഫർ വർക്ക് സ്പേസസ്. ട്രാൻസ്ഫർ വർക്ക് സ്പേസസ് എന്താണ്? മാറ്റങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങൾ. വർക്ക് എത്തിക്സുമായിട്ട് അതെങ്ങനെ നമുക്ക് പറയാം? ട്രാൻസ്ഫേഴ്സ് ആൻഡ് വർക്ക് സ്പേസസ്. അപ്പോ നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, പല സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഡെസ്ക് ഓഫീസസ് ഉണ്ട്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റ്സ് അതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്കറിയാലോ, പഠിച്ചിട്ടില്ലേ? റിസപ്ഷനിസ്റ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്, റിപ്പോർട്ട് ഡെസ്ക് ഡിസ്പാച്ച് ഡെസ്കുകളുണ്ട്. ഇതൊക്കെ അപ്പൊ പല ഫീൽഡ് അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ പല സ്റ്റാഫുകൾ എന്താണ് പല രീതിയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഒരു പ്ലേസിൽ തന്നെ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷൻസിലേക്ക് അവരെ വർക്ക് സ്പേസിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പൊ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിൽ നിന്ന് അവിടെ മാറാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? സ്റ്റാഫുകൾക്ക് ഉള്ളതാണ്. അപ്പൊ ചിലപ്പോ എല്ലാ സ്റ്റാഫുകളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കില്ല തുടരുന്നത്. ചിലപ്പോ റിപ്പോർട്ട് ഡെസ്കിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ഡെസ്കിലേക്ക് മാറ്റാം. അങ്ങനെ എങ്ങനെയായി മാറ്റി മാറ്റി ആയിരിക്കും അവരെ എന്താണ് നിയമിക്കുന്നത്. Then clean from clutter. Clean from clutter. എന്താണ് clean from clutter? ഇവിടുന്ന് clutter. എത്തിക്സുമായി ബന്ധപ്പെട്ട് വരുമ്പോ വർക്ക് എത്തിക്സുമായിട്ട് അവരുടെ ജോലി എങ്ങനെയായിരിക്കണം? വളരെ ക്ലീൻ ആയിരിക്കണം, ഒരിക്കലും അലങ്കോലമായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല അലങ്കോലപ്പെടുത്തുക എന്ന് പറയില്ലേ, അലങ്കോലപ്പണി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് ഇങ്ങനെ പാടത്ത് വിത്ത് വിതയ്ക്കുന്ന പോലത്തെ ഒരു ജോലിയല്ല ഫ്രണ്ട് ഓഫീസിന്റെ വർക്ക് എന്ന് പറയുന്നത്. വൃത്തിയായിരിക്കണം എപ്പോഴും അല്ലെ. അവരുടെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും അവർ ചെയ്യുന്ന വർക്ക് ആയാലും എങ്ങനെയായിരിക്കണം? ക്ലീൻ ഫ്രം ക്ലട്ടർ. അതായത് യാതൊരു വിധത്തിൽ അലങ്കോലപ്പെടുത്താതെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മുടെ വർക്ക് ചെയ്യുന്നത്. Then organized. Know where to find things and put them back in their place. Organized. എന്താണ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്? ക്രമീകരണം അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ്? എന്തൊക്കെ സാധനങ്ങൾ എവിടെ വെക്കണമെന്നും ഏതൊക്കെ എവിടെയാണ് അറേഞ്ച് ചെയ്യണമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടവർക്ക് അറിവുണ്ടായിരിക്കണം. No food drinks in converted containers. No food drinks in covered എന്നാണ് കേട്ടോ. എന്താ പറയുന്നത്? no food drinks. എന്താണത്? നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് ഫ്രണ്ട് ഓഫീസിലായിരുന്നു അല്ലെങ്കിൽ ആ ഡെസ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്?
ഫുഡ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർക്ക് അവരുടെ എത്തിക്സിൽ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ അലൗഡ് അല്ല. പ്രത്യേകിച്ച് ചിലവരിപ്പോ ചെറിയ സലാഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതുപോലെ അവിടെ അവർക്ക് നിശ്ചിതമാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല. കവേർഡ് കണ്ടെയ്നേഴ്സിലൊന്നും തന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുവരാനായിട്ടോ കഴിക്കാനായിട്ടോ പാടുള്ളതല്ല. വർക്ക് ഫീൽഡിൽ ഒരിക്കലും പാടുള്ളതല്ല. Then socializing limited to break times. Socializing limited to break times. എന്താണ്? Socializing limited to break times. Socializing എന്ന് പറയുന്നത് എന്താണ്? Socializing വിസിറ്റിംഗ് ടൈം ആണ് അവിടെ ശരിക്കും പറയുന്നത് അല്ലെ. അതായത് സമൂഹവൽക്കരിക്കൽ. ഇവിടെ വിസിറ്റിംഗ് ടൈമുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. എന്തായിരിക്കും പറയുന്നത്? ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ് ഇവരുടെ? അതായത് ഇടവേളകളിൽ, നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ മാത്രമായിട്ടാണ് അവിടെ ബ്രേക്ക് വരുന്നത്. ബ്രേക്ക് ടൈംസ് ഉണ്ടോ അവിടെ? ഓഫീസേഴ്സുകൾക്ക് ബ്രേക്ക് കൊടുക്കുന്നുണ്ടോ? ബ്രേക്ക് ടൈം ഉണ്ടോ? ഇല്ല. നമ്മൾ എത്ര ഷിഫ്റ്റിലാണ് ഇവര് മാറുന്നതെന്നാണ് പഠിച്ചിട്ടുള്ളത്? 3 ഷിഫ്റ്റ്സ് ഉണ്ട്. എത്ര സമയം ഇവര് വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര സമയം വർക്ക് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങള്? എത്ര അവേഴ്സ് ആണ്? 3 ഷിഫ്റ്റ്സ് ആണ്. അതേപോലെ തന്നെ 24 അവേഴ്സ്. യെസ്. ഇപ്പൊ എന്താണ് അവരുടെ ബ്രേക്ക് ടൈംസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമാണ് അവർക്കുള്ളത്. 24 അവേഴ്സ് വർക്കിംഗ് ആണ്. 3 ഷിഫ്റ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ബ്രേക്ക് ടൈംസ് എന്ന് പറഞ്ഞത് അവർക്ക് അത് ലിമിറ്റഡ് പീരീഡിലാണെങ്കിൽ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മള് ഒരു ബ്രേക്ക് ടൈം കുറച്ചുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ടൈം ഇല്ല. കണ്ടിന്യൂസ് 3 ഷിഫ്റ്റ് ആയിട്ട് അവിടെ സ്റ്റാഫുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഷിഫ്റ്റ്സ് ആയിട്ട് സ്റ്റാഫുകൾ അവിടെ മാറിക്കൊണ്ടാണ് അവിടെ 24 അവേഴ്സ് അവിടെ വർക്ക് നടക്കുന്നത്. ഓക്കെ. അപ്പൊ വർക്ക് എത്തിക്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തൊക്കെ എത്തിക്സ് ആണ് പഠിക്കേണ്ടത്? നിങ്ങൾ ഇതില് ആദ്യം ഒരു 5 പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് പഠിക്കണ്ട. പങ്ക്ച്വാലിറ്റി പഠിക്കണം. പിക്ക് ചെയ്ത് നോക്കോളൂ. പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ്, മാനേജ് മൾട്ടി ടാസ്കിങ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് എറ്റിക്യൂട്ടി. അത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഇപ്പൊ കണ്ടാലും ക്വസ്റ്റ്യൻസ് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയുള്ളതാ. ഇത് മാത്രമേ മിക്ക ക്വസ്റ്റ്യൻസിന് കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ 5 പോയിന്റ്സ് മാത്രം. ഓക്കെ. യെസ്. നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ്? പ്രൊഫഷണലിസത്തിലെ കുറിച്ചിട്ടുള്ള പ്രൊഫഷണലിസത്തിലെ വർക്ക് എത്തിക്സ് എന്തായിരിക്കണം എന്നാണ്. അടുത്തത് പ്രോംപ്റ്റ്നെസ് ആണ്. സ്കില്ലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിന്റെ സ്കിൽസില് പ്രൊഫഷണലിസം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് ഈസ് integral as the receptionist is the point of contact for the external customers as well as employees. എന്താണ് പ്രോംപ്റ്റ്നെസ്? കേട്ടിട്ടുണ്ടോ ഒരു വാക്ക്? പ്രോംപ്റ്റ് ആയിട്ട് ഉത്തരം പറയാന്നൊക്കെ പറയല്ലേ? എങ്ങനെയാണ്? ടൈംലി റെസ്പോൺസ് ആണ് അല്ലെ നമ്മൾ പറയുന്നത്. ആഡിക്വേറ്റ് അല്ലെങ്കിൽ ഓൺ ടൈം, ബീങ് ഓൺ ടൈം അല്ലെങ്കിൽ ടൈംലി ഓൺ റെസ്പോൺസിവ് ക്വിക്ലി, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രോംപ്റ്റ്നെസ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ അതെന്താണ് നമ്മള് എന്താണ് കസ്റ്റമേഴ്സിന് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ. അല്ലെങ്കിൽ അവർ പറയുന്ന റിക്വസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ കൃത്യമായ ഒരു ടൈമിൽ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോംപ്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരാം. അപ്പൊ ഒരു റിക്വസ്റ്റുകൾക്ക് എന്താണ് ഉടനടി തന്നെ ഉത്തരം പറയുക എന്നുള്ളതാണ്. അതായത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മള് എന്താണ് അവരെ തരുന്ന അഭ്യർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോംപ്റ്റ്നെസ് എന്ന സ്കില്ല് കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വരുന്നവരെ നമ്മൾ കുറെ സമയം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാനൊന്നും പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ടൈംലി മാനറിൽ തന്നെ കൃത്യ ടൈമിൽ തന്നെ കൊടുക്കാനായിട്ട് ഏകദേശം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ. മനസ്സിലായോ പ്രോംപ്റ്റ്നെസ് എന്താണെന്ന്? വേണമെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് എഴുതി വെച്ചോളൂ.
എഴുതാൻ താല്പര്യമുള്ളവർ എഴുതി വെച്ചോളൂ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. The quality of being on time, the quality of being on time. The quality of being on time, comma, timely, T-I-M-E-L-Y, timely, or responding quickly to, Q-U-C-K-L-Y, quickly, ഉടനടിയാണ്, പെട്ടെന്ന് തന്നെ, quickly to request or situations. Quickly to request or situations. എന്നോട് പറയാം, the quality of എന്താണ് promptness എന്ന് പറയാനാണ് കേട്ടോ. The quality of being on time, timely or responding quickly to request or situations. മനസ്സിലായോ എന്താണ് promptness എന്ന്? ഏത് സമയത്താണ് ഈ promptness വരുന്നത്? പേഷ്യൻസും ഫ്രണ്ട് ഓഫീസുമായി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ സമയത്താണ് ഈ promptness എന്നൊരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ promptness എന്താണെന്ന്? ഹലോ, സെന്റൻസ് ഒന്നുകൂടി പറയണോ? ഓക്കെ. The quality of being on time, ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീലക്ഷ്മി. The quality of being on time, timely or responding quickly to request or situations. മെസ്സേജിൽ നോക്കിയാൽ മതിയോ? അത് എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്തത് courtesy. എന്താണ് courtesy? കടപ്പാടാണോ മര്യാദയാണോ courtesy? മര്യാദയാണോ അല്ലെങ്കിൽ കടപ്പാടാണോ? കടപ്പാടാണ് അല്ലെ? യെസ്. അതായത് എന്താ ഒരു പൊളൈറ്റ്നെസ് എന്ന് പറയാ, അല്ലെങ്കിൽ എന്താണ് ഒരു ബിഹേവിയർ ആണ് അല്ലെ, നമ്മളത് കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ബിഹേവിയറിലാണ് ആ ഒരു സ്കില്ല് വരുന്നത്. ഇങ്ങനെയാണ്, attention needs to be given to every person who walks in. Attention needs to be given to every person who walks in. എന്താ പറയുന്നത്? വരുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം. അപ്പൊ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്താണ്, അവരോട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അവരെ പരിഗണിക്കുക എന്നുള്ള മീനിങ് ആണ് അവരെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ അവരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. Then, however, important gestures and clients should be treated with more attention. Important guests and clients should be treated with more attention. Important ആയിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് ക്ലയൻസുകൾ വരുന്നതാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? കുറച്ചുകൂടി അവരോട് അറ്റൻഷൻ കൊടുക്കുക അല്ലെ, കുറച്ചുകൂടി ശ്രദ്ധയോട് കൂടിയായിരിക്കും. അത് പ്രധാനപ്പെട്ട ഏതെങ്കിലും അതിഥികളോ വരികയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നമ്മൾ എന്ത് കൊടുക്കുക? കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് അവരോട് അവരെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, യെസ്. പിന്നെ വെൽക്കം എവരിവൺ വിത്ത് എ സ്മൈൽ. വരുന്ന എല്ലാവരെയും നമ്മൾ എങ്ങനെയായിരിക്കണം വെൽക്കം ചെയ്യേണ്ടത്? ഒരു പുഞ്ചിരിയോട് കൂടിയായിരിക്കണം അവരെ വെൽക്കം ചെയ്യേണ്ടത്. Contact with everyone has to be polite. Contact with everyone has to be polite. എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത്? വളരെ പൊളൈറ്റ് ആയിട്ടുണ്ട് അല്ലെ, വളരെ സൗമ്യമായ രീതിയിലായിരിക്കണം അവരോട് കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് വളരെ പൊളൈറ്റ് ആയിട്ട് കൂടി വളരെ താഴ്മയോട് കൂടി ആയിരിക്കണം സംസാരിക്കേണ്ടത്. അത് ബിഹേവിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വളരെ സൗമ്യമായിട്ട് എന്താണ് വരുന്ന ടുവേഴ്സ് അതേഴ്സ് അല്ലെ, വരുന്നവരോട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഇത് വലിയനോ ചെറിയനോ ഒന്നുമില്ല. വലിയ ഇമ്പോർട്ടന്റ് വ്യക്തികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക, അല്ലാത്തവരാണെങ്കിൽ എന്താണ് പറയുമ്പോൾ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് courtesy. മനസ്സിലായോ?
കട്സിലൊക്കെ പറയുന്നത് attention needs to be given to every person who walks in. അല്ലെ, പോകുന്ന എല്ലാ വ്യക്തിയും നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ഓഫ് ക്ലയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കുക. വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ നല്ലൊരു സ്മൈലോട് കൂടി ആയിരിക്കും സ്വീകരിക്കേണ്ടത്. പിന്നെ എന്താണ്, അവർക്ക് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് വേണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കോർട്സി. ഓക്കെ, then ടീം വർക്ക്. അടുത്ത സ്കില്ലാണ് എന്താ, ടീം വർക്ക്. Be respectful all members of your team. നമ്മുടെ ടീമിൽ ഒരു ടീം ഉണ്ടായിരിക്കല്ലേ, അവരുടെ ടീമിലുള്ള എല്ലാവരോടും എങ്ങനെയായിരിക്കണം, നമ്മള് റെസ്പെക്റ്റോട് കൂടി ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, then be cohabitable and open-minded to help offered by your supervisor or other members of your team. എന്താണ്, cohabitable എന്ന് പറഞ്ഞാൽ എന്താ, cohabitable, open minded എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയായിരിക്കണം അവരോട്, ടീം മെമ്പേഴ്സിനോട് നമ്മൾ എങ്ങനെയായിരിക്കണം, cohabitable അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ വാക്ക്, നല്ല ഓപ്പൺ മൈൻഡഡ് ആണെന്ന് പറയാറില്ലേ, അതെന്താണ് ഓപ്പൺ മൈൻഡഡ്? വിശാല മനസ്കത എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ എപ്പോഴും നല്ലതല്ല അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ, അതർ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരോട് കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം. ആ ഒരു ടീം വർക്കിന്റെ ഒരു നമ്മളുടെ ടീമിലുള്ളതാണ് ഓരോ വ്യക്തികൾ എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം അവരോട് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, be willing to work together to accomplish a department and institutional goals. Be willing to work together to accomplish department and institutional goals. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓഫീസിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും, ആ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കണം വർക്ക് ചെയ്യുന്നത് അല്ല. ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന തരത്തിലായിരിക്കും നമ്മൾ ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് വേണം പ്രവർത്തിക്കാനാണ്. ഓക്കെ, യെസ്. Then be willing to share your knowledge with others, mentor and support new team members. എന്താണ്, നിങ്ങൾക്ക് മറ്റു നല്ല രീതിയിൽ നോളജ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യുക, അറിയാത്തവർക്കാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, മെന്റർ ആൻഡ് സപ്പോർട്ട് ന്യൂ ടീം മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകൾക്ക് പറയുകയാണെങ്കിൽ എന്താണ്, അവർക്കൊരു മെന്റർ സപ്പോർട്ട്. മെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, സപ്പോർട്ടീവ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാവുന്ന നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, വരുന്ന പുതിയ സ്റ്റാഫുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. ഓക്കെ, പറയണ മനസ്സിലാവുന്നുണ്ടോ? Be willing to be available and do your share of necessary extras. Take one for the team. Be willing to be available and do your share of necessary extras. എന്താണ് പറയുന്നത്, എന്ത് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. എക്സ്ട്രാ ടാസ്ക് എന്നാണ് കേട്ടോ. ഷെയർ ഓഫ് നെസസറി എക്സ്ട്രാ ടാസ്ക് എന്നുണ്ട് അവിടെ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ അത്, എക്സ്ട്രാ ടാസ്ക് എന്നാ കേട്ടോ. ഡു യുവർ ഷെയർ ഓഫ് നെസസറി എക്സ്ട്രാ ടാസ്ക്. അതായത് എക്സ്ട്രാ ടാസ്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അപ്പൊ ഒരിക്കൽ എക്സ്ട്രാ ടാസ്കുകൾ വരുന്ന സമയത്ത് എന്താണ്, കൂടുതൽ ടാസ്കുകൾ വരുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് എന്താണ് ഷെയർ ചെയ്യാനായിട്ട്, ടീം അംഗങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പൊ ഒരു ടീം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മറ്റൊരു ടീമിനെ ഏൽപ്പിക്കുക, അപ്പൊ അവരത് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ വർക്ക് കഴിയുന്നതിനനുസരിച്ച് അവരത് കംപ്ലീറ്റ് ചെയ്തു. Then give recognition and credit wherever can for a job well done or a difficult situation well handled. Give recognition and credit wherever you can for a job well done and or difficult situation well handled. എന്താണ്, നമ്മുടെ ജോലി നമ്മൾ എങ്ങനെയായിരിക്കണം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്താ ചെയ്യേണ്ടത്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല്
ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അല്ലെ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നല്ല ജോലിയാണെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിലാണ് അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇൻ കേസ് ഒരു സിറ്റുവേഷൻ മോശമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ എന്താണ് നമുക്കത് ആ ജോബ് തരുന്ന ജോലി നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ടും ഹാൻഡിൽ ചെയ്യാനായിട്ടും സാധിക്കണം. ഓക്കെ, listen and be attentive to what your customers needs. Listen and be attentive to what your customer needs. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യകത എന്താണെന്നാണ് ഫ്രണ്ട് ഓഫീസർ ശ്രദ്ധിക്കേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതായിരിക്കും നമ്മൾ ലിസൺ ചെയ്യേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കണം. കസ്റ്റമർ നീഡ്സ് അനുസരിച്ചിട്ട് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. Then communication using clear business language and remembering to watch body language. Communication using clear business language and remembering to watch body language. ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏറ്റവും കൂടുതൽ നല്ല സ്കിൽസ് ഉള്ളവരായിരിക്കണം ഫ്രണ്ട് ഓഫീസിൽ വേണ്ടത്. പ്രത്യേകിച്ച് ബിസിനസ് ലാംഗ്വേജ് ഉണ്ട്. ബിസിനസ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ്, ആ സ്കിൽസ് കാണിക്കുന്ന രീതിയിലായിരിക്കണം അവര് എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വരുന്നുണ്ട്. പറഞ്ഞ പോലെ അവരെപ്പോഴും എന്താണ് കോൺഫിഡന്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി ആയിരിക്കണം, ഐ കോൺടാക്ട് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സ്മൈൽ അല്ലെ നല്ല ചിരിയോടുകൂടി ആയിരിക്കണം അവർ വരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ബിസിനസ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പിന്നെ അവരുടെ ഭാഷ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ അതായത് ആശയവിനിമയം നടത്തുന്ന സമയത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ വരെ എന്തായിരിക്കണം, അത് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കണം പേഷ്യൻസുമായിട്ട് അവർ നടത്തേണ്ടത്. ഓക്കെ, യെസ്. Then be a lifelong learner at your job as well as your personal education. Be a lifelong learner at your job as well as your personal education. എന്താ പറയുന്നത്? Be a lifelong learner, your job as well as your personal education. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൂടുതൽ ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യണം. നമ്മുടെ പേഴ്സണൽ എഡ്യൂക്കേഷൻ, നമ്മുടെ പേഴ്സണൽ സ്കിൽസ് അവരവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ദിവസം നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പുതിയ പുതിയ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പുതിയ നോളജബിൾ ആണ്, പുതിയ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയണം. നമുക്ക് പുതിയ അനുഭവങ്ങൾ കിട്ടുന്നത് കൂടി എന്താണ് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ടൊരു ലേണിംഗ് അവിടെ നടക്കുകയാണ്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ എഡ്യൂക്കേഷൻ കൂടി അവിടെ എന്താണ് ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതോടുകൂടി നമ്മൾക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ജോലിക്കാണ് അത് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ജോലി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് കൂടി. യെസ്, പിന്നെന്താണ് the understanding of all people and situation, especially where you may have biases that are country always be willing to learn a new task. Personality goes a long way. The understanding of all people's and situations. വരുന്ന എല്ലാ പീപ്പിൾസിന്റെ സിറ്റുവേഷൻസും അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് ഫ്രണ്ട് ഓഫീസിൽ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് എന്തൊക്കെയാണ്, എസ്പെഷ്യലി വേർ യു മേ ഹാവ് ബയാസസ് ദാറ്റ് ആർ കോൺട്രറി. എന്താണ് കോൺട്രറി എന്ന് പറയുന്നത്? കോൺട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ബയസ്, പ്രത്യേക താല്പര്യങ്ങളൊന്നും ആരും വെച്ച് പുലർത്താൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ന പേഷ്യൻസിനെ മാത്രമേ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ഉള്ളവരെ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ, എന്നാൽ പാവപ്പെട്ടവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഏത് തരം ന്യൂ ടാസ്കുകൾ തന്നാലും ഇത് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. അതായത് പുതിയ ടാസ്കുകൾ തന്നു കഴിഞ്ഞാൽ അത് പഠിക്കാനും അത് ചെയ്യാനായിട്ട് എന്താണ് ടീം വർക്കോട് കൂടി തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു വില്ലിംഗ്നെസ് ആർക്കുണ്ടായിരിക്കണം, ഫ്രണ്ട് ഓഫീസിന് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അവിടെ പുതിയ വൈവിധ്യങ്ങൾ ഉണ്ടാവും, പുതിയ വർക്ക് പുതിയതായിരിക്കും. അപ്പൊ പുതിയത് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ആരെങ്കിലും ഉണ്ടായിരിക്കണം, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, വരുന്ന എല്ലാ പേഷ്യൻസിനെയും നമ്മൾ എല്ലാ സിറ്റുവേഷൻസും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റണം. അവർക്ക് വേറെ എന്താണ് മറ്റ് പ്രത്യേക നിലപാടുകളൊന്നും സമീപിച്ചു അല്ലെങ്കിൽ ധാരണകൾ വെച്ചൊന്നും അവരെ നമ്മൾ സമീപിക്കാൻ പാടുള്ളതില്ല. എല്ലാവരും ഒരേപോലെ കാണാനും പറ്റണം. വരുന്ന പുതിയ ടാസ്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്യാനുള്ള ഒരു വില്ലിംഗ്നെസ് സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ,
എന്തൊക്കെയാണ് ടീം വർക്കിൽ വരുന്നത്? റെസ്പെക്ട്ഫുൾ ആയിരിക്കണം എല്ലാ മെമ്പേഴ്സിനോട്, ടീം മെമ്പേഴ്സിനോട് എല്ലാവരും നമ്മൾ എങ്ങനെയായിരിക്കണം? ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ടായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, സൂപ്പർവൈസേഴ്സിനോടും അല്ലെങ്കിൽ മറ്റ് ടീം മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം കാണിക്കേണ്ടത്. ദെൻ ഒരുമിച്ച് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന തരത്തിലായിരിക്കണം, ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഷെയർ യുവർ നോളജ് വിത്ത് അതേഴ്സ്, നിങ്ങളുടെ നോളജ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്ക് നല്ലൊരു മെന്റർ സപ്പോർട്ട്സ് ആൻഡ് ഗൈഡൻസ് കൊടുക്കുക, നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്സ് കൊടുക്കുക. പിന്നെന്താണ് ബി വില്ലിംഗ് ടു ബി അവൈലബിൾ ആൻഡ് ടു യുവർ ഷെയർ ഓഫ് നെസസറി എക്സ്ട്രാ ടാസ്ക്സ്. ഇനി എക്സ്ട്രാ ടാസ്കുകൾ വരുന്ന സമയത്ത് അതൊക്കെ എന്താണ് പങ്കുവെച്ചുകൊണ്ടായിരിക്കണം, ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. Then give recognition, credit whenever you can for the job well done or difficult situation well handled. ചില ജോലികൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അത്തരം സിറ്റുവേഷൻസിൽ ആ ജോലി ചെയ്യുക തന്നെ വേണം, ചെയ്യാതിരിക്കാതെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ജോലികളാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ലിസൺ ടു ആക്ടിവിറ്റി വാട്ട് യുവർ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഒരു ബിസിനസ് സ്ലാങ്ങും അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ബിസിനസ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ആശയവിനിമയം നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മള് പേഷ്യൻസുമായിട്ട് നമ്മൾ നയിക്കേണ്ടത്. പിന്നെ നമ്മള് ലൈഫ് ലോങ് ലേൺ ദാറ്റ് യുവർ ജോബ്സ് ആസ് വെൽ ആസ് യുവർ പേഴ്സണൽ എഡ്യൂക്കേഷൻ. ഓരോ ദിവസം പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്നതിനനുസരിച്ച് എന്താണ് പല രീതിയിലുള്ള പുതിയ നോളജുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ പേഴ്സണൽ എഡ്യൂക്കേഷൻസിന്റെ ഭാഗമായിട്ട് നമുക്കത് നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ, സ്റ്റാഫുകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ നോളജ് ബിൽഡ് ചെയ്യാനായിട്ട് പുതിയ നോളജുകൾ പുതിയതായിട്ട് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ എല്ലാ സിറ്റുവേഷൻസും വരുന്ന പീപ്പിൾസിന്റെ എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു മറ്റ് നിബന്ധനകളൊന്നും വെക്കാതെ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനും എന്താണ് പുതിയ ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത്, അതായത് ന്യൂ ടാസ്കുകൾ കിട്ടുന്ന സമയത്ത് അത് നല്ല വൈവിധ്യത്തോടു കൂടി തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ആർക്കുണ്ടായിരിക്കണം, ആ ഒരു ടീമിന്റെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. മനസ്സിലായോ ടീം വർക്ക് എന്താണെന്ന്? പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്ന പോയിന്റ് ടിക്ക് ചെയ്തേ. ഫസ്റ്റ് വൺ 1 2 3 4 5 ഈ 5 പോയിന്റ് സെവൻത്ത് പോയിന്റ് ആണ് 8th പോയിന്റ്, അത് രണ്ടും കൂടി പഠിക്കുക കേട്ടോ. 7th പോയിന്റും 8th പോയിന്റും ഇത്ര മതി. 7th പോയിന്റും 8th പോയിന്റും മനസ്സിലായോ? ആദ്യത്തെ 5 പോയിന്റും പിന്നെ 7th 8th. ഓക്കെ, ബാക്കി ടീച്ചർമാരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരാറായോ? ഇതിന് പേഷ്യന്റ് കെയർ, ക്വാളിറ്റി പേഷ്യന്റ് കെയർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ, ഓപ്ഷൻസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.